മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്നാണ്. ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന കേട്ട് സ്ഥാനാർത്ഥിത്വം മരവിപ്പിച്ച എന്ന് വെച്ചാൽ കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച ഒരു സംഘടന ഞങ്ങളുമായി എന്തിനാണ് ബന്ധപ്പെടുത്തി പറയുന്നത്? അവരുമായിട്ടല്ലേ ബന്ധം? അങ്ങനെയല്ലേ പറഞ്ഞു. ഞാനിപ്പോ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ആരോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഒരു ഭാഗം യാദൃച്ഛികമായി കണ്ടത്, വണ്ടൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുകയാണ് ഈ സംഘടനയിൽ നിന്ന് വോട്ട് സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ചോദ്യം അതല്ലേ വേണ്ടത്? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ല, ആ നിലപാടാണ് ബാധകം എല്ലാവർക്കും. എം സ്വരാജിന്റെ വാക്കുകളാണ്. വാർത്താ സമ്മേളനത്തിൽ ചോദ്യത്തിന് മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥി നോമിനേഷൻ പിൻവലിക്കുന്നു. ആര് പറഞ്ഞിട്ട്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ട്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ട്. കോൺഗ്രസ് നേതൃത്വം അറിയാതെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഇടപെടുമോ? സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? SDPIയുടെ ഒരിക്കലുമില്ല. പരസ്പരം ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം തന്നെയാണ്. അപ്പോൾ ആർക്ക് ആരോടാണ് ബന്ധം? UDFന്, കോൺഗ്രസിന്, മുസ്ലിം ലീഗിന് SDPയുമായി കൃത്യം ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വിളിച്ച് സംസാരിക്കാൻ കഴിയുന്നത്, നോമിനേഷൻ പിൻവലിപ്പിക്കാൻ കഴിയുന്നത്. ചോദിക്കുന്നത് എം സ്വരാജാണ്. എന്നിട്ട് പറയുന്നു CPMഉം SDPIയുമായി തമ്മിലാണ് ബന്ധം എന്ന്. എന്തൊരു വിരോധാഭാസമാണ്! മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്? നിശിത വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെയും കോൺഗ്രസിനെതിരെയും പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെയും എം സ്വരാജ് ഉയർത്തുന്നത്. കേൾക്കാൻ നമുക്ക് ആ വാക്കുകൾ. ജനറൽ സെക്രട്ടറി ഒരു കാര്യം വ്യക്തമാക്കി. വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന്റെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നേയില്ല. ഈ വിഷയത്തിൽ നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് മാറുമ്പോഴാണ് അത് വിശദീകരിക്കേണ്ടത്. പ്രഖ്യാപിതമായ ആ നിലപാട് എന്താണ്? ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ ഞങ്ങൾ തേടില്ല. എല്ലാ വർഗീയ ശക്തികളെയും ഞങ്ങൾ കലവറയില്ലാതെ എതിർക്കും. അതിന് നിറമോ രൂപമോ ഭാവമോ ഒന്നും പ്രസക്തമല്ല. വർഗീയത എന്ന പ്രവണതയ്ക്കാണ് ഞങ്ങൾ എതിര്. അത് ഏത് സംഘടനയായാലും. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്നോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വർഗീയ സംഘടനകൾക്കും ഞങ്ങൾ എതിരാണ്. ഒരു പക്ഷേ നാളെ പിറക്കാനിരിക്കുന്ന വർഗീയ സംഘടനകൾക്കും ഞങ്ങൾ എതിരാണ്. ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യത്തിന് പ്രസക്തിയേയില്ല. പിന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഉന്നയിച്ച സംഘടന അവര് നോമിനേഷൻ കൊടുത്തത് മരവിപ്പിച്ച വാർത്ത വന്നത് മഞ്ചേശ്വരത്താണ്. അത് സംബന്ധിച്ച് വിശദമാക്കപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അഭ്യർത്ഥിച്ചു എന്നാണ്. ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന കേട്ട് സ്ഥാനാർത്ഥിത്വം മരവിപ്പിച്ച എന്ന് വെച്ചാൽ കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച ഒരു സംഘടന ഞങ്ങളുമായി എന്തിനാണ് ബന്ധപ്പെടുത്തി പറയുന്നത്? അവരുമായിട്ടല്ലേ ബന്ധം? അങ്ങനെയല്ലേ പറഞ്ഞു. ഞാനിപ്പോ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങൾ ആരോ ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയുടെ ഒരു ഭാഗം യാദൃച്ഛികമായി കണ്ടത്, വണ്ടൂരിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുകയാണ് ഈ സംഘടനയിൽ നിന്ന് വോട്ട് സ്വീകരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ ചോദ്യം അതല്ലേ വേണ്ടത്? ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ ഇത് കോൺഗ്രസ് അല്ല, ആ നിലപാടാണ് ബാധകം എല്ലാവർക്കും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അദ്ദേഹവും അർത്ഥശങ്കയ്ക്കില്ലാതെ ഇത് പറഞ്ഞു. ഈ പറയപ്പെട്ട സംഘടന ഇനി ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനെക്കുറിച്ച് ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കും. നോക്കുമ്പോ അങ്ങനെയും പറഞ്ഞിട്ടില്ല. മഞ്ചേശ്വരത്ത് കാണുന്നത് മറിച്ചാണ്. വണ്ടൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത് സ്വീകരിക്കും, അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഈ ചോദ്യം അപ്രസക്തമാണ്. ഞാൻ ന്യായമായും സംശയിക്കുന്നു, നിങ്ങൾ ഈ ഒരു വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉചിതമേ അല്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തം. അത് വർഗീയതയ്ക്കെതിരാണ്. എല്ലാ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കും എതിരാണ്. അവരുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങൾ തേടിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ പിന്തുണ തേടിയിട്ടില്ല. അത് മുഖ്യമന്ത്രിയും പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത്? ആര് പറഞ്ഞത്? ആ ശരി, നിങ്ങൾക്ക് അവരെയാണോ വിശ്വാസം? അല്ലല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മഞ്ചേശ്വരത്തെ കാര്യത്തിന് സാഹചര്യ തെളിവില്ലേ, മരവിപ്പിച്ചില്ലേ സ്ഥാനാർത്ഥിയെ? അല്ലാതെ ഞാൻ പറയല്ലോ ചെയ്യുന്നത്. അവര് മറ്റേ പറഞ്ഞതനുസരിച്ച്
ഡീലുണ്ടാക്കി, ധാരണയുണ്ടാക്കി, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞല്ല, ഞാൻ ഉന്നയിച്ചത് ആരോപണമല്ല, ഞാൻ ചൂണ്ടിക്കാട്ടിയത് വസ്തുതയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു, അതാണ് പറയുന്നത്. നിയമത്തെ കാര്യത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് ഞാൻ നോക്കി. നിങ്ങൾ ഈ പറയുന്ന വാചകം അതിലില്ല. അദ്ദേഹം വിശാലാർത്ഥത്തിൽ പറയുന്നു, BJP-യെ പരാജയപ്പെടുത്താൻ എല്ലാവരും പിന്തുണക്കണം. പിന്നെ ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ വീട് കയറി വോട്ട് ചോദിക്കും, ഇല്ലേ? വോട്ട് ചോദിക്കും, അതിൽ എല്ലാ വീടുകളും ഒരുപക്ഷെ ഉണ്ടാവും. അങ്ങനെ ഒന്നും നിങ്ങൾ വ്യാഖ്യാനിക്കരുത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എല്ലാ വർഗീയ ശക്തികൾക്കും ഞങ്ങൾ എതിരാണ്. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ BJP-ക്കെതിരായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. അവിടെ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തർക്കിക്കാൻ പറ്റില്ല. കാരണം ഒരു വിഭാഗം കോൺഗ്രസ് അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യും. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട്. അപ്പോ നിയമത്തെ കാര്യം BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അതും ഇതുമായി ബന്ധമേ ഇല്ല. ഇത് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുന്ന ഒരു പാർട്ടി, അല്ലെ? അവർ പല മണ്ഡലങ്ങളിലും സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു. ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ലീഗ് നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പിൻവലിച്ചിരിക്കുന്നു. പലയിടങ്ങളിൽ സ്ഥാനാർത്ഥികൾ പല അഭിപ്രായവും പറയുന്നുണ്ട്. അതാണ് ഞാനിപ്പോ നേരത്തെ പറഞ്ഞത്. അതൊക്കെ അതിന്റെ വഴിക്ക് വിടാം. ഞാൻ അതിന്റെ പേരിൽ ഒരു പുതിയ ആരോപണമൊന്നും ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ വ്യക്തമാക്കണമെങ്കിൽ കൂടുതൽ വ്യക്തമാക്കേണ്ട സമയങ്ങളിൽ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കാം, നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി. അത്രേ എനിക്കതിൽ പറയാനുള്ളൂ.